Good morning everyone. സോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന എന്താ ഫോർത്ത് മോഡ്യൂളായിരുന്നു, ഡൈനാമിക്സ് ആയിരുന്നു ഫോർത്ത് മോഡ്യൂളിൽ. സോ ഡൈനാമിക്സ് എന്താണ്? ഒരു മൂവിങ് ബോഡിയുടെ അനാലിസിസ് ആണ് നമ്മൾ ഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 മോഡ്യൂൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ ബോഡി റെസ്റ്റിലാണ്. സോ റെസ്റ്റിലായ ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. ദാറ്റ് ഈസ് all the forces in the horizontal direction and all the forces in the vertical direction എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ബോഡി റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വി ആർ കൺസിഡറിങ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ ഇനി ഒരു ബോഡി മോഷനിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. സോ മോഷനിലാണെന്നുണ്ടെങ്കിൽ എന്താ, ഏത് ഡയറക്ഷനാണോ ആ ബോഡി മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലെ ഫോഴ്സസിൻ്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈക്വൽ ആയിരിക്കും. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ് എന്താണ് ഡൈനാമിക്സിൽ കൈനറ്റിക്സ് നമ്മൾ ചെയ്യുന്നത്. സോ ഡൈനാമിക്സിൽ തന്നെ 2 ബ്രാഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ 2 രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? കൈനമാറ്റിക്സും ഉണ്ട്, കൈനറ്റിക്സും ഉണ്ട്. ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. കൈനമാറ്റിക്സ് എന്താണ്? കൈനമാറ്റിക്സിൽ വി ആർ നോട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് കൺസിഡർ ചെയ്തില്ല. ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ അനാലിസിസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു. സോ കൈനമാറ്റിക്സ് വി ആർ നോട്ട് കൺസിഡറിങ് ദി given force അല്ലെങ്കിൽ external force we are not considering in case of kinematics. okay, then kineticsലാണെന്നുണ്ടെങ്കിൽ എന്താണ്? we are considering the force നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ് കൈനറ്റിക്സിൽ അനാലിസിസ് ചെയ്യുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണോ ആ ബോഡി ഡൈനാമിക് സിസ്റ്റത്തിലുള്ളത്, സോ ആ ഡയറക്ഷനുള്ള ഫോഴ്സസിൻ്റെ സം എന്തിന് ഈക്വൽ ആയിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഒരു ബോഡി നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ഫോഴ്സ് കൊടുത്തു, അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലോട്ട് അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. സോ എന്ന് വെച്ചാൽ ഇത് എക്സ് ഡയറക്ഷനിൽ ഈ ബോഡി എന്താണ്? ഡൈനാമിക് സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് മോഷൻ ഉണ്ട് എക്സ് ഡയറക്ഷനിൽ. ബട്ട് ഇൻ വൈ ഡയറക്ഷൻ ദർ ഈസ് നോ മോഷൻ. സോ വൈ ഡയറക്ഷൻ ഇത് സ്റ്റാറ്റിക് ആണ്. ദാറ്റ് ഈസ് y direction there is no motion. So in y direction this body is static equilibrium, and x direction this body is in dynamic equilibrium. അപ്പോൾ നമ്മൾ equilibrium equation എങ്ങനെ വരും? y directionൽ static equilibrium ആകുമ്പോൾ summation of forces in the y direction എന്തിന് ഈക്വൽ ആയിട്ട് കൊടുക്കണം? 0 ആയിട്ട് കൊടുക്കണം. because in the y direction this body is static equilibrium. ഇനി x direction ഈ ബോഡി എന്താണ്? ഡൈനാമിക് ഇക്വിലിബ്രിയം ആണ്. സോ സമ്മേഷൻ ഓഫ് ഫോഴ്സസ് ഇൻ ദ x direction is equal to mass into acceleration. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കൈനറ്റിക്സിൽ നമുക്ക് ഏതൊക്കെയാണുള്ളത്? മെയിൻലി 3 രീതിയിലുള്ള ഫോഴ്സ് എന്താണ് പ്രോബ്ലംസ് ആണ് നമുക്ക് കൈനറ്റിക്സിലുള്ളത്. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ, ബോഡി ഈസ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സെക്കൻഡ്, ബോഡി ഈസ് ഇൻ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്ന ഒരു ബോഡിയുടെയും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലിരിക്കുന്ന ഒരു ബോഡിയുടെയും എന്താ അനാലിസിസ് നോക്കിയായിരുന്നു. ഇനി കണക്റ്റഡ് ആയിട്ട് ബോഡീസ് ഇരിക്കുവാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിലോ എങ്ങനെയാണെന്ന് ആയിക്കോട്ടെ. സോ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ബോഡീസ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഹൗ വി ക്യാൻ അനലൈസ്, അതാണ് നെക്സ്റ്റ് വൺ. സോ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. അപ്പോൾ എന്താണ് കണക്റ്റഡ് ബോഡീസിൽ? വേറൊന്നുമില്ല, നിങ്ങൾക്കൊരു പുള്ളി വെച്ചിട്ട് നമ്മളൊരു ബോഡി, ഇവിടെ ഒരു വെയിറ്റും ഇവിടെ ഒരു വെയിറ്റിനെയും കണക്ട് ചെയ്യുവാണ്. ഓക്കെ, സോ മെയിൻലി പുള്ളി സിസ്റ്റമാണ് കണക്റ്റഡ് ബോഡീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വെയിറ്റിനെ ഞാനൊരു പുള്ളി വെച്ച് കണക്ട് ചെയ്ത് വേറൊരു ബോഡിയുടെ വെയിറ്റ് W2 ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുവാണ്. സോ ഇങ്ങനെ ഒരു പുള്ളി വെച്ച് നമ്മൾ 2 സ്ട്രിങ് യൂസ് ചെയ്തിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു പുള്ളി വന്ന് ഇത് എഗെയിൻ ഒരു പുള്ളി ഇങ്ങനെ കണക്ട് ചെയ്ത്. സോ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ബോഡീസിൻ്റെ ഒരു പുള്ളി യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് എന്താണ് സ്ട്രിങ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ബോഡീസിൻ്റെ അനാലിസിസ് ആണ് എന്താണ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കൺസിഡർ 2 ബോഡീസ് കണക്റ്റഡ് ബൈ എ ലൈറ്റ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ്. അപ്പോൾ ഒരു ബോഡീനെ അല്ലെങ്കിൽ ഒരു
ബോഡി ഞാനൊരു സ്ട്രിങ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുവാണ്. ആ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പുള്ളിയിൽ കൂടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ വെള്ളം കോരുവാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴത്തേക്ക് ഒരു പുള്ളിയുണ്ട്. ഓക്കെ, വെള്ളം കോരുമ്പോൾ ഇവിടെ ഒരു പുള്ളി ഉണ്ടാവും. പുള്ളിയിൽ കയറ് നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ഇട്ടിരിക്കും. അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെയിറ്റ് ഉണ്ടാവും, മറ്റേ സൈഡിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടുത്തെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് ഈ ഒരു പുള്ളി നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ വെള്ളം നമുക്ക് കോരിയെടുക്കാൻ പറ്റൂ. സോ ഇതാണ് ആക്ച്വലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഡിഫറെൻറ്റ് പുള്ളീസ് യൂസ് ചെയ്ത് ഞാൻ കണക്ട് ചെയ്ത് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ അനാലിസിസ് ആണ്, കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ബോഡീസിൻ്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബോഡിയിൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള പുള്ളിയാണ്, നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ പറയും ആ പുള്ളി എപ്പോഴും നിങ്ങൾക്ക് എന്തായിരിക്കും, മെജോറിറ്റി ടൈം സ്മൂത്ത് തന്നെ ആയിരിക്കും, സ്മൂത്ത് പുള്ളി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിൽ വരുന്ന ടെൻഷൻ, അപ്പോൾ ഒരു പുള്ളിയിൽ ഞാൻ ഒരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിൽ എപ്പോഴും ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സ്മൂത്ത് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെയും ടെൻഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ടെൻഷൻ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോ ഇങ്ങനെയാണ്. ഓക്കെ, ടെൻഷൻ അതിനെ വലിക്കുവാണ്. ഓക്കെ, ഇതായിരിക്കും എപ്പോഴും ടെൻഷൻ്റെ ആരോ. ദീസ് ടു tension or tensile forces in these two strings are same if the pulley is smooth. അതാണ് പറയുന്നത്. Consider two bodies connected by a light inextensible string passing over a smooth pulley. സ്മൂത്ത് പുള്ളിക്കുള്ളോട് പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സിൻസ് the pulley is smooth, the tension in the string on the both side of the pulley will be the same. ഓക്കെ, അപ്പോൾ ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ രണ്ട് സൈഡിലും, ആ പുള്ളിയുടെ രണ്ട് സൈഡിലുമുള്ള സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും ഇഫ് ദ പുള്ളി ഈസ് സ്മൂത്ത്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ ഒരു പുള്ളി സ്മൂത്താണ്, അതുകൊണ്ട് തന്നെ എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെ ടെൻഷൻ, ഈ സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻസൈൽ ഫോഴ്സ് സെയിം തന്നെയാണ്, ടി തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലെ വെയിറ്റ് 1000 കിലോഗ്രാമും ഈ ഒരു പോർഷനിലെ വെയിറ്റ് 500 കിലോഗ്രാമുമാണ്. സോ ദ വെയിറ്റ് ഓഫ് ദ, ഈ റൈറ്റിലുള്ള പുള്ളിയുടെ വെയിറ്റ് കൂടുതലും ഇത് കുറവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള പോർഷൻ ആയിരിക്കും എന്ത്, താഴോട്ട് മൂവ് ചെയ്യുന്നത്. വെയിറ്റ് കുറവുള്ള പോർഷൻ എന്താ, അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. അതൊരു ബേസിക് കോമൺ സെൻസ് യൂസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഇങ്ങോട്ടാണോ പുള്ളിയുടെ ഏത് സൈഡിലോട്ടാണോ വെയിറ്റ് കൂടുതൽ, അങ്ങോട്ടായിരിക്കും എന്ത്, ആ സ്ട്രിങ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. ദ ബോഡി ഓഫ് ഗ്രേറ്റർ മാസ് മൂവ്സ് ഡൗൺവേർഡ്സ് ആൻഡ് അതർ മാസ് മൂവ്സ് അപ്വേർഡ്സ്. അപ്പോൾ ഗ്രേറ്റർ മാസ് ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യും, അതർ മാസ് അല്ലെങ്കിൽ ലെസർ മാസ് അപ്വേർഡായിട്ട് എന്താണ്, മൂവ് ചെയ്യും. ദെൻ ദ കൺസിഡറിങ് ദ മോഷൻ ഓഫ് ഈച്ച് ബോഡി സെപ്പറേറ്റ്ലി. ആഫ്റ്റർ ദാറ്റ് ഇത് നമ്മൾ നോക്കുക, ഇതിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കുക. ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വി നീഡ് ടു കൺസിഡർ ഈച്ച് ബോഡി സെപ്പറേറ്റ്ലി ആൻഡ് അപ്ലൈ ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ ഓരോ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ന്യൂട്ടൺ സെക്കൻഡ് ലോ, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് എന്താ ഇക്വേഷൻ യൂസ് ചെയ്ത് we can analyze the connected bodies. And ഒരു കാര്യം അറിയേണ്ടത്, ദ ഡയറക്ഷൻ ഓഫ് മോഷൻ, അല്ലെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ എന്തായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും മോഷൻ ഉണ്ടാകുന്നത്. സോ ഏത് ഡയറക്ഷനിലാണോ മോഷൻ, ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം പോസിറ്റീവും, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓൾ ദ ഫോഴ്സസ് ആർ കൺസിഡേർഡ് ആസ് നെഗറ്റീവ്. അതാണ് നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഫോഴ്സസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഷുഡ് ബി ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഫോഴ്സസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനിയുള്ളത്, മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ. A mass of 60 kilogram lies on a smooth horizontal table. ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ ഉണ്ട്, അതിലായിട്ട് എന്താണ് 60 കിലോഗ്രാം മാസ് വെയിറ്റ് എന്താണ് റെസ്റ്റ് ചെയ്യുവാണ്. It is connected to a fine string passing over a smooth guide pulley on the edge of the table to a mass of 50 kilogram hanging freely. Find the tension in the string and acceleration of the string. Okay, so a mass of 60 kilogram, ഒരു 60 കിലോഗ്രാം മാസ് ഒരു ഹൊറിസോണ്ടൽ ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഈ ഒരു മാസിനെ എന്താണ് ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ് എന്താണ് ആ ടേബിളിൻ്റെ കോർണറിലായിട്ട് ഒരു പുള്ളിയാണ് ആ പുള്ളിയിൽ കൂടെയാണ് ആ സ്ട്രിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ആ സ്ട്രിങ് എന്താണ് സ്ട്രിങ്ങിൻ്റെ അടുത്ത എഡ്ജിലായിട്ട് ഒരു മാസ് M2 മാസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മാസ് ഓഫ് 50 കിലോഗ്രാം ഈസ് ആക്ടിങ് ഇൻ ദ അതർ എൻഡ് ഓഫ് ദാറ്റ് സ്ട്രിങ് ആൻഡ് വിച്ച് ഈസ് ഹാങ്ങിങ് ഫ്രീ ആയിട്ട് എന്താണ് ഹാങ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ദ ഫിഗർ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേബിളാണെന്നിരിക്കട്ടെ, അതിൻ്റെ മുകളിലായിട്ടൊരു എന്താണ് 60 കിലോഗ്രാം ഫോഴ്സ് ഉണ്ട്. ഈ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ഇവിടെ ഒരു ഒരു സ്മൂത്ത് പുള്ളിയുണ്ട്. സോ ഇതിൽ കൂടി ഒരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ലോഡും കൂടി ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് ഇവിടെ ഹാങ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. സോ ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷനും ഡിറ്റർമിൻ ചെയ്യണം, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷനും ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ എ മാസ് ഓഫ് 60 കിലോഗ്രാം, ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിൾ എന്ന് എടുത്ത് പറയുന്നുണ്ട്. സോ ദിസ് ഹൊറിസോണ്ടൽ ടേബിൾ ഈ സ്മൂത്ത് ആയതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഈ ബോഡി ഒരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ടേബിളിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ 0 ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഗിവൺ ഡേറ്റ? മാസ് M1 is given as 60 kilonewton and M2 is given as 50 kilonewton. And also എന്ത് പറഞ്ഞിട്ടുണ്ട്? The table is smooth, so there is no frictional force. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് താഴോട്ട് കിടക്കുവാണ്, ഈ ഒരു ലോഡ് ഫ്രീ ആയിട്ട് താഴോട്ട് കിടക്കുവാണ്. സോ ഈ ലോഡിൻ്റെ മൂവ്മെൻറ്റ് ഡയറക്ഷൻ താഴോട്ടാണ്. എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു ടേബിളിൽ മുകളിലായിട്ട് ഒരു ലോഡ് വെച്ചിരിക്കുന്നു. ഈ ലോഡുകൾ തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല. ഇത് 60 കിലോഗ്രാമും ഇത് 50 കിലോഗ്രാമും ലോഡാണ്. ഇവിടെ ഒരു പുള്ളിയുണ്ട്. സോ പതിയെ ഈ ലോഡ് താഴോട്ട് മൂവ് ചെയ്യും. അതുപോലെ ഈ ഒരു മാസ് റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഇതായിരിക്കും ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മോഷൻ M1 ഈസ് മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ, മോഷൻ ഇങ്ങോട്ടായിരിക്കും. ആൻഡ് M2ൻ്റെ മോഷൻ ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും മോഷൻ. സോ മോഷൻ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന്. അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ ബോഡിയുടെ ഡയഗ്രാം എല്ലാം വരച്ചിട്ട് ഇക്വേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ കൺസിഡർ മാസ് M1. സോ M1 എന്ന് പറഞ്ഞ മാസ് കൺസിഡർ ചെയ്തു ഞാൻ. മാസ് M1 ഇതിൽ എന്തൊക്കെയുണ്ട്? ഇത് സ്മൂത്ത് പുള്ളിയായതുകൊണ്ട് തന്നെ ഈ സ്ട്രിങ്ങിൻ്റെയും ടെൻഷൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അറിയേണ്ടത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ടെൻഷൻ എപ്പോഴും ഈ ഒരു ഡയറക്ഷനായിരിക്കും ആക്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചോളുക. ടെൻസൈൽ ഫോഴ്സ് എപ്പോഴും ആരോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ടെൻഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും അറിഞ്ഞേക്കുക. ഒരു വയറിൽ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിക്കുവാണ് ചെയ്യുന്നത്. ആ കോർണറിന്ന് ആ സ്ട്രിങ്ങിനെ വലിച്ച് ഇങ്ങോട്ട് ടെൻഷൻ കൊടുക്കുക ചെയ്യുന്നത്. സോ എപ്പോഴും ആരോ ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുവാണ് മാസ് M1 മാസ് ഇവിടെ സർഫസിലിരിക്കുവാണ്. ടെൻഷൻ ഇങ്ങോട്ടാണ്, മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ്. ആൻഡ് ഇവിടെ സർഫസ് സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്, ബട്ട് ഈ ഒരു സർഫസ് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, Rn. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ബിക്കോസ് ഈ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ടുവേഴ്സ് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഇതിന് മൂവ്മെൻറ്റ് ഉള്ളത്. സോ നെറ്റ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏത് മാത്രമേ ഉള്ളൂ? ടെൻഷൻ മാത്രമേ ഉള്ളൂ. സോ T ഈസ് ഈക്വൽ ടു മാസ് ഓഫ് A ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് A. സോ മാസ് ഈസ് 60 into A. അപ്പോൾ T is equal to 60 into A. Then second
വെയിറ്റ് M2 ആണ്. M2ൽ മുകളിലോട്ട് ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, താഴോട്ട് എന്താണ് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് ഫ്രീ ആയിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഒരു സർഫസുമായിട്ട് ഒന്നും കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ദർ ഈസ് നോ നോർമൽ റിയാക്ഷൻ. സോ net forces in the vertical direction, because here the dynamic system in the vertical direction. Vertical direction ആണ് dynamic system ഉള്ളത്. So we need to apply the Newton's second law in the vertical direction. So the net forces in the vertical direction is equal to 0. അപ്പോൾ ഇവിടുത്തെ net forces ഏതൊക്കെയാണ്? നിങ്ങൾ അറിയേണ്ടത് ഏത് ഡയറക്ഷനിലാണോ മോഷൻ ഉള്ളത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം പോസിറ്റീവായിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം എന്തായിട്ടും എടുക്കണം? നെഗറ്റീവായിട്ടും എടുക്കണം. സോ ഹിയർ ദ മോഷൻ ഓഫ് ദ മാസ് M2 ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഡൗൺവേർഡ് ആയിട്ടുള്ള ഫോഴ്സസ് പോസിറ്റീവും അപ്വേർഡ് ആയിട്ടുള്ള ഫോഴ്സസ് നെഗറ്റീവും വേണം എടുക്കാൻ. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഹിയർ ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂട്രലാണ്. സോ 50 × 9.81 പോസിറ്റീവ് മൈനസ് T ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സെക്കൻഡ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ 50 × 9.81 മൈനസ് T ഈസ് ഈക്വൽ ടു 50 × A. സോ അപ്പം നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. ഇക്വേഷൻ 1 നിന്ന് നമുക്ക് കിട്ടി T is equal to 60A എന്ന് കിട്ടി. സോ ഫ്രം ദാറ്റ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് T ഇൻ ദിസ് ഇക്വേഷൻ. അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഓഫ് ദ ബോഡി കിട്ടും. ദെൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദി സ്ട്രിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ബോഡീസിൻ്റെ പ്രോബ്ലം നോക്കുമ്പോൾ എന്താണ് നോർമൽ പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഏത് ഡയറക്ഷനിലാണോ മൂവ്മെൻ്റ് ഉള്ളത് ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസിൻ്റെ സം എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അറിയേണ്ടത് സ്മൂത്ത് ആയിട്ടുള്ള പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രിങ്ങിൻ്റെ ടെൻസൈൽ ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് സ്മൂത്ത് പുള്ളിയായിരിക്കും തരുന്നത് എപ്പോഴും. ഓക്കെ, അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ? സ്മൂത്ത് സർഫസ് ആണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഫ്രിക്ഷണൽ ഫോഴ്സ്. സർഫസ് സ്മൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. സെയിം അതുപോലത്തെ പ്രോബ്ലം തന്നെയാണ്. എന്താ? 2 blocks are joined by an inextensible string as shown in the figure. If the system is released from rest. സ്റ്റാർട്ടിങ്ങിൽ അതെന്താണ്? റെസ്റ്റിലാണ്. ദെൻ സിസ്റ്റം ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്. ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് മൂവ് 2 meter. അപ്പോൾ ബ്ലോക്ക് ഇനിഷ്യലി ബ്ലോക്ക് എന്തിലാണ്? റെസ്റ്റിലാണ്. ദെൻ ഒരു 2 meter ഡിസ്റ്റൻസ് ഇതെന്ത് ചെയ്തു? ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എത്ര ആണെന്നാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് മൂവ് 2 meter. Assume the coefficient of friction between the block and plane is 0.25. ബ്ലോക്കും പ്ലെയിനും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ പുള്ളി ഈസ് വെയ്റ്റ്ലെസ് ആൻഡ് ഫ്രിക്ഷൻലെസ്. പുള്ളി സ്മൂത്താണ്. വെയ്റ്റ്ലെസ് ഫ്രിക്ഷൻലെസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി സ്മൂത്ത് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ പുള്ളി സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഈ പുള്ളിയുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള സ്ട്രിങ്, ഇതാണ് സ്ട്രിങ്. സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എന്തായിരിക്കും? ടെൻഷൻ വിൽ ബി ഈക്വൽ. ഇനി പറഞ്ഞിരിക്കുന്നത് ഈ ബോഡിയും ഈ സർഫസും ഉള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെയുണ്ട്. നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലെയിൻ എന്താണ്? സ്മൂത്ത് ആണെന്നാണ് പറയുന്നത്. സോ സ്മൂത്ത് ആണെങ്കിൽ ദർ ഈസ് നോ ഫ്രിക്ഷൻ. ബട്ട് ഹിയർ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ പ്ലെയിൻ ആൻഡ് ദ ബോഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ 200 കിലോഗ്രാം ഫോഴ്സും അല്ലെങ്കിൽ 200 കിലോഗ്രാം ഉള്ള ബോഡിയും ഈ പ്ലെയിനും തമ്മിൽ എന്താണ്? ഫ്രിക്ഷനുണ്ട്. സോ അപ്പോൾ നമുക്ക് ആക്സിലറേഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 300 കിലോഗ്രാം വെയിറ്റ് ഇവിടെ. സോ ഒബിയസ്ലി ഇത് ഡൗൺവേർഡായിട്ട് മൂവ് ചെയ്യും. അതുപോലെ ഇത് ഹൊറിസോണ്ടലി റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്.
So and mass M1 is 200 kilogram, M2 is 300 kilogram, and the coefficient of friction is given as 0.25. അപ്പം നമ്മൾ ഓരോ മാസം കൺസിഡർ ചെയ്തിട്ട് വേണം അനാലിസിസ് ചെയ്യാൻ. സോ ഫസ്റ്റ് ഞാൻ 200 കിലോഗ്രാം ഫോഴ്സ് എടുക്കുവാണ്. സോ 200 കിലോഗ്രാം ഫോഴ്സിൽ എന്തൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. ഇവിടെ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ വെയിറ്റ് താഴോട്ട് W ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ളത്. സോ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് റൈറ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് μ/Rn ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ഇവിടെ Rn ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഈ ബോഡിയുടെ മോഷൻ ടുവേഴ്സ് റൈറ്റ് ആണ്. ഇതിൻ്റെ വെയിറ്റ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെങ്കിൽ മാസ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സർഫസും ഇതുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ റിസൾട്ടൻറ്റ് റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ദ മോഷൻ ഈസ് ടുവേഴ്സ് റൈറ്റ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് μ/Rn ടുവേഴ്സ് ലെഫ്റ്റ്. സോ ഒരു കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ കൺസിഡർ മാസ് M1. സോ ഇവിടെ ഏത് ഡയറക്ഷനിലാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയവും ഏത് ഡയറക്ഷനിലാണ് ഡൈനാമിക് ഇക്വിലിബ്രിയവും? ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത്. സോ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ദ ബോഡി ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം ആൻഡ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സോ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് 0. അതിനകത്ത് നമുക്ക് Rnൻ്റെ വാല്യൂ കിട്ടും. Rn ഈസ് ഈക്വൽ ടു എന്താ 200 × 9.81. ദെൻ നെക്സ്റ്റ് എന്താണ്? മോഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. മോഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഡൈനാമിക് ഇക്വിലിബ്രിയം. സോ നെറ്റ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സസ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇതിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫോഴ്സസ് ഏതൊക്കെയാണ്? T ഉണ്ട്, ദെൻ μ/Rn. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ്, ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണോ മോഷൻ, ബോഡിയുടെ മോഷൻ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ടും എടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം എന്താണ്? നെഗറ്റീവായിട്ടും എടുക്കണം. ഓക്കെ, സോ ഹിയർ ദ നെറ്റ് ഫോഴ്സസ് ഇൻ ദ direction, horizontal direction is equal to mass into acceleration. So here the horizontal direction tension T act ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിലുള്ള T പോസിറ്റീവും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള μRn നെഗറ്റീവും ആണ്. സോ T മൈനസ് μRn ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ഈ ബ്ലോക്ക്, ദാറ്റ് ഈസ് 200 × ആക്സിലറേഷൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ കൺസിഡർ ദ സെക്കൻഡ് ബോഡി 300 കിലോഗ്രാം. അത് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. നോക്കിയേ, ഈ ഒരു ബോഡി ഫ്രീ ആയിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഈസ് നോ കോണ്ടാക്ട് സർഫസസ്, ഒരു കോണ്ടാക്ട് സർഫസും ഇല്ല. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഫ്രിക്ഷൻ. കോണ്ടാക്ട് സർഫസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവത്തുള്ളൂ. ഇതിവിടെ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ്. സോ 300 കിലോഗ്രാമിന് എന്തൊക്കെ ഫോഴ്സ് വരും? മുകളിലോട്ടൊരു ടെൻസൈൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ അതിൻ്റെ വെയിറ്റ് താഴോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ മൂവ്മെൻറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 300 kilogram, only tensile force and weight. So net force is in the vertical direction. Here the vertical direction ആണ് എന്ത്? ഡൈനാമിക് ഇക്വിലിബ്രിയം വരുന്നത്. സോ നെറ്റ് ഫോഴ്സസ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ M2 × G, that is force minus T is equal to 300 × A. അതിനകത്തുനിന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. വി ക്യാൻ ആഡ് ദീസ് ടു ഇക്വേഷൻ. രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഇതിനകത്ത് മൈനസ് ടിയും ഉണ്ട്, ഇവിടെ പ്ലസ് ടിയും ഉണ്ട്. സോ ടി തമ്മിൽ ക്യാൻസൽ ചെയ്യും. സോ ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എ. ആക്സിലറേഷൻ കിട്ടി. ബട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താ? വി നീഡ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക്. ബ്ലോക്കിൻ്റെ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് ഹാസ് മൂവ് 2 meter. ബ്ലോക്ക് 2 meter ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ വെലോസിറ്റി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ എന്താ? സോ ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്സിലറേഷൻ ഈസ് 4.905 ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 2 meter ഡിസ്പ്ലേസ്മെൻറ്റ് ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം v² ഈസ് ഈക്വൽ ടു u² + 2as. വി നീഡ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി.
ഓക്കെ, വെലോസിറ്റിയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ. ആക്സിലറേഷൻ നമ്മളിവിടെ നിന്ന് ഡിറ്റർമിൻ ചെയ്തു. ദെൻ ഇനിഷ്യൽ വെലോസിറ്റി പറയുന്നുണ്ട് ക്വസ്റ്റ്യന്. ഇനിഷ്യലി എന്താണ്, ആ ബോഡി റെസ്റ്റിലാണെന്നുള്ളത്. സോ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0. സോ വി നീഡ് ടു ഡിറ്റർമിൻ ദ ഫൈനൽ വെലോസിറ്റി. സോ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ഡിറ്റർമിൻ ദ വെലോസിറ്റി ഓഫ് ദാറ്റ് ബ്ലോക്ക് after 2 meter movement. So this is the second question. So first questionൽ നമുക്ക് ബ്ലോക്കിൽ എന്താണ് ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ആ ബ്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡിലാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കും എന്താണ് സർഫസും തമ്മിലുള്ള ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. അതാണ് ശ്രദ്ധിച്ച് നോക്കുക, എന്താണ് ഡിഫറൻസ് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ദ സിസ്റ്റം ഓഫ് bodies shown in figure starts from rest. Determine the acceleration of body B and tension in the string supporting body A. ഇപ്പം നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിനെ കണക്ട് ചെയ്തൊരു പുള്ളി, ആ പുള്ളി വീണ്ടും വേറൊരു പുള്ളിയിൽ കണക്ട് ചെയ്ത് അതിൻ്റെ ഫ്രീ ആയിട്ട് ഒരു ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ സിസ്റ്റം ഓഫ് ബോഡീസ് ഷോൺ ഇൻ ഫിഗർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. Then determine the acceleration of the body B. So ഈ B എന്ന് പറയുന്ന ബോഡിയുടെ ആക്സിലറേഷൻ ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് സപ്പോർട്ടിങ് ബോഡി എ. ഈ എ എന്ന് പറയുന്ന ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്ട്രിങ്ങിൻ്റെ എന്താണ് ടെൻസൈൽ ഫോഴ്സും ഡിറ്റർമിൻ ചെയ്യണം. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. സോ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ നേരത്തെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് 2 പുള്ളി തന്നിട്ടുണ്ട്. ഓക്കെ, 2 പുള്ളി തന്നിട്ടുണ്ട്. ആ ഒരു പുള്ളി മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ സിംഗിൾ പുള്ളിയാണ്, ദാറ്റ് ഈസ് 2 ബോഡിയെ കണക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ പുള്ളിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബട്ട് ഹിയർ മൾട്ടിപ്പിൾ പുള്ളിയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഒരു പുള്ളി, ആ പുള്ളീനെ ഇവിടെ ഒരു ഫിക്സഡ് സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു പുള്ളി വന്നിട്ട് അത് ഫ്രീ ആയിട്ട് ആ ബോഡി ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഫസ്റ്റ് കണ്ടീഷൻ, അത് മാത്രം അറിഞ്ഞാൽ മതി. ഈ കണ്ടീഷൻ വന്നിരിക്കുന്നത് നമ്മൾ എന്താണ്, കുറച്ച് ഡെറിവേഷൻസ് എന്നാണ് ഈ കണ്ടീഷൻ വന്നിരിക്കുന്നത്. ഡെറിവേഷനൊന്നും നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പുള്ളിയിൽ ഇവിടെയും ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെയും ഒരു സ്ട്രിങ് ഉണ്ട്. ദാറ്റ് ഈസ് ഈ സ്ട്രിങ്ങിലും ടെൻഷനുണ്ട്, ഈ സ്ട്രിങ്ങിലും എന്തുണ്ട്, ടെൻഷനുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളി എടുക്കുമ്പോൾ ഇവിടെ എന്താ, ടിയും 2T വരും ഈ ഒരു പുള്ളി എടുക്കുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2T ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ പുള്ളി ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓക്കെ, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഈ പുള്ളി ഇവിടെ ഹാങ് ചെയ്ത് ഇട്ടിരിക്കുവാണ്, ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുവാണ്. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഫിക്സ് ചെയ്തിരിക്കുന്ന പോർഷനിലെ എന്താണ് ആക്സിലറേഷൻ. ഇപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ഞാൻ ആക്സിലറേഷൻ ഓഫ് ബി എന്ന് പറയുന്നത്, ഇതിപ്പോൾ ആക്സിലറേഷൻ ഓഫ് ബി ഞാൻ AB എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ആക്സിലറേഷൻ അറ്റ് എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 2 times AB ആയിരിക്കും എപ്പോഴും. അതൊന്ന് ആലോചിക്കുക. സോ വേറൊന്നുമില്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന, ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിരിക്കുന്ന പോർഷനിൽ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇവിടെ XB ആണെന്നുള്ളെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 2 times XB ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ബോഡിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കും, 2 times ആയിരിക്കും. എന്ത്, ഫിക്സ് ചെയ്തിരിക്കുന്ന ബോഡിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും 2 times ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ കണക്റ്റഡ് ആയിട്ടുള്ള പുള്ളീസിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റം വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താ, ഫിക്സഡ് പോർഷനിലുള്ള പുള്ളിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. ഫ്രീ ആയിട്ടിരിക്കുന്ന പോർഷനിലുള്ള ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിനും ഹാഫ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഫിക്സഡിൻ്റെ വാല്യൂ എന്താണ് XB ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് ആക്സിലറേഷനും കൂടും. സോ
അപ്പോൾ നമുക്ക് വേറെ എങ്ങനെ പറയാം? ആക്സിലറേഷൻ ഓഫ് ബി എ ബി ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ടൈംസ് എ ബി ആയിരിക്കും എന്നാണ്. സോ അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ബോഡിയിൽ ഉള്ള ആക്സിലറേഷൻ എപ്പോഴും ഡബിൾ ആയിരിക്കും. ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പുള്ളിനേക്കാളും ഡബിൾ ആയിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന പുള്ളിയുടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞേക്കുക. ഇത് അറിയാമെങ്കിൽ ബാക്കിയെല്ലാം സിമ്പിളാണ്. ബാക്കി നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റാസ്? The weight of the block A is given as 500 Newton and weight of the block B is given as 750 Newton. Then നമുക്ക് for the given vertical displacement of body A, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ബോഡി എയുടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബോഡി എ, the displacement of body B along inclined plane will be half that of A. എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലല്ലേ, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലുള്ള ബി എന്ന് പറയുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? കമ്പയർഡ് ടു എ ഹാഫ് ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ബി ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ടൈംസ് എക്സ് ബി ആണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാഫ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ആയിരിക്കും എന്നാണ് കണ്ടീഷൻ. സോ അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബി? എക്സ് ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എക്സ് എ. ദാറ്റ് ഈസ് എ ബി, ആക്സിലറേഷൻ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആക്സിലറേഷൻ ഓഫ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 2 ടൈംസ് എ ബി ആണ്. ഓക്കെ, അപ്പോൾ എന്താ, അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഓഫ് ബിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആക്സിലറേഷൻ ഓഫ് എ ആണ്. ഇതിൻ്റെ ഹാഫാണ് ബിയുടെ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ആക്സിലറേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആക്സിലറേഷൻ ഓഫ് ബി. അപ്പോൾ ഇത് 2 ടൈംസ് എ ബി ആയിരിക്കും, ഇത് എന്തായിരിക്കും? എ ബി ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേഷൻ ഓഫ് ബി ഈസ് ഹാഫ് ഓഫ് ആക്സിലറേഷൻ ഓഫ് എ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പുള്ളി, ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു പുള്ളിയിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കും കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഫ്രീ ആയിട്ടിരിക്കുന്ന പോർഷനിൽ. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഫ്രീ ആയിട്ടിരിക്കുന്ന പോർഷൻ എപ്പോഴും പെട്ടെന്ന് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, കൂടുതൽ മൂവ് ചെയ്യും. പക്ഷേ ഫിക്സഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ആയിട്ടിരിക്കുന്ന പോർഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിൾ ആയിരിക്കും കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഫിക്സഡ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് ബോഡി ബി. ബിയുടെ ആക്സിലറേഷനും ടെൻഷൻ ഇൻ ദ ബോഡി എ, എയിൽ ടെൻഷനുമാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വി നീഡ് ടു കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓരോ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുക, ദെൻ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഈ ബോഡി ഫ്രീ ആയിട്ട് താഴോട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, ഇത് മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് എ എന്ന് പറയുന്ന ഫ്രീ ആയിട്ടുള്ള ബോഡി ഞാൻ കൺസിഡർ ചെയ്ത്, ഏത് ബോഡി വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ഫ്രീ ആയിട്ടുള്ള ബോഡിയിൽ ഇവിടെ മുകളിലോട്ട് ടെൻസൈൽ ഫോഴ്സും താഴോട്ട് വെയിറ്റുമാണ്. ദെൻ ബോഡിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ, മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണോ ആ ഫോഴ്സ് പോസിറ്റീവും മറ്റത് നെഗറ്റീവായിട്ട് എടുക്കണം. സോ 500 മൈനസ് ടി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ. നമുക്ക് ആക്സിലറേഷൻ ഓഫ് എ ഇൻ ടേംസ് ഓഫ് എന്തിലെടുക്കാം? ആക്സിലറേഷൻ ഓഫ് എ ഈസ് 2 ടൈംസ് എ ബി. അപ്പോൾ ഇവിടെ എന്താ? ആക്സിലറേഷൻ ഓഫ് എയിന് ഞാൻ 2 ടൈംസ് എ ബി എന്ന് കൊടുത്തു. സോ അതിനെ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് കൺസിഡർ ദ മോഷൻ ഓഫ് ദ ബോഡി ബി. ബി എന്ന് പറയുന്ന ബോഡി, ആ ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്ന ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കണം. സോ മോഷൻ ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ, ഇങ്ങോട്ടാണ് മോഷൻ. ദെൻ ഇനി നിങ്ങൾ അറിയേണ്ടത്, ഞാൻ പറഞ്ഞായിരുന്നു എന്താ, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. സോ ഈ സ്ട്രിങ്ങിനും ടി എന്ന് പറയുന്ന ടെൻസൈൽ ഫോഴ്സ് ഉണ്ട്, ഇതിനും ടെൻസൈൽ ഫോഴ്സ് ടി ഉണ്ട്. സോ ഇവിടെ എത്രയായിരിക്കും? 2t ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഹിയർ ഇത് സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ 2 ടൈംസ് ടി ആണ്. ദെൻ ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് എന്ത് ഈ ബോഡി പ്ലേസ് ചെയ്യുന്നത്. സോ വെയിറ്റ് 750 ന്യൂട്ടൺ 30 ഡിഗ്രി ഇൻക്ലിനേഷനാണ്. സോ അതിനെ ഞാൻ എന്ത് ചെയ്തു? ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും എന്ത് ചെയ്തു? മൂവ് ചെയ്തു, റിസോൾവ് ചെയ്തു.
രണ്ട് ഡയറക്ഷനിലും റിസോൾവ് ചെയ്തു. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്താ, ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇവിടെ എന്താണ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതിലാണ് ഡയറക്ഷൻ. സോ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസിൻ്റെ സം എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡയറക്ഷൻ ഓഫ് മോഷൻ ഇങ്ങോട്ടാണ്. സോ 2t പോസിറ്റീവ് ആയിരിക്കും, 750 sin 30 നെഗറ്റീവ് ആയിരിക്കും. സോ 2t മൈനസ് 750 sin 30 ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ്, 750 ഡിവൈഡ് ബൈ 9.81 കിലോ. മാസ് ഇൻ കിലോഗ്രാമിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് 750 ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. സോ ഡിവൈഡ് ബൈ 9.81 ചെയ്യുക ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷനും ഇൻ ടേംസ് ഓഫ് എന്താണ്, എ ബിയിൽ കിട്ടും. അപ്പം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. സോ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ ടിയും ടിയും ക്യാൻസലായി പോവും. ദെൻ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ ഓഫ് ബി കിട്ടും. ആക്സിലറേഷൻ ഓഫ് ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും, ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കണക്റ്റഡ് ബോഡീസിൻ്റെ 3 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത് പുള്ളി വെച്ച് നിങ്ങൾക്ക് പുള്ളി തന്നിരിക്കും. സോ സിംഗിൾ പുള്ളിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പുള്ളിയോ വെച്ച് ഒരു ബോഡി കണക്ട് ചെയ്താൽ അതിനകത്ത് വരുന്ന ടെൻഷനും ആക്സിലറേഷനും ഒക്കെയാണ് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ കണക്റ്റഡ് പുള്ളി ആയിരിക്കും. അതിൽ പുള്ളി നിങ്ങൾ നോക്കേണ്ടത് ഡയറക്ഷൻ ഓഫ് മോഷൻ എങ്ങോട്ടാണെന്ന് നോക്കുക. ആ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എന്താണ്, ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിരിക്കും. ദെൻ വെയിറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണോ കൂടുതൽ അങ്ങോട്ടായിരിക്കും മൂവ്മെൻറ്റ് എപ്പോഴും വരുന്നത്. ഓക്കെ, സോ ഇനി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ, ഇതുപോലെ രണ്ട് പുള്ളിയുണ്ട്, മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും പുള്ളി ഫിക്സ്ഡ് ആയിട്ടാണെന്ന് നോക്കുക. ഫിക്സ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സോ ഫിക്സ്ഡ് ആയിട്ടുള്ള പോർഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഹാഫ് ആയിരിക്കും. ഫ്രീ ആയിട്ട് കിടക്കുന്ന പോർഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് പോർഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ചോദിക്കാറുള്ളതാണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കണക്റ്റഡ് പുള്ളീസിൻ്റെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ബോഡീസിൻ്റെ അനാലിസിസ്. സോ മനസ്സിലാക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.